നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിനും ബി ജെ പിയും കൊടുക്കുന്ന പ്രിവിലേജസ് അത് പലതാണ്. ഈ പ്രിവിലേജുകളെക്കുറിച്ച് നമ്മൾ പലതവണ വാർത്ത ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴൊക്കെ നടക്കുന്നോ അപ്പോഴൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രമാദമായ ഒരു വാർത്തയുണ്ട്, ഒരു ക്രൈം വാർത്തയുണ്ട്. കണ്ണൂരിൽ നിന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. കണ്ണൂരിലെ ബി ജെ പിയുടെ നേതാവായിരുന്ന രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ കാമുകനാണ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നത്. മിനി നമ്പ്യാർ എന്നാണ് ആ യുവതിയുടെ പേര്. മിനി നമ്പ്യാരും ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ് മിനി നമ്പ്യാർ. അപ്പോൾ അത്ര സുപ്രധാനമായ പദവി ഇരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാമുകനാണ് ബി ജെ പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള മിനി നമ്പ്യാരുടെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു സംഭവം. ഇപ്പോൾ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുകയാണ്. മിനി നമ്പ്യാരെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം വാർത്ത കൊടുത്ത രീതി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. മലയാള മനോരമയുടെ കാർഡ് പരിശോധിക്കുമ്പോഴത്തേക്കും മനോരമ അത് സഹപാഠിയുമായ സൗഹൃദം എതിർത്തു, ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ എന്ന് പറഞ്ഞാണ് വാർത്ത. അല്ലാതെ അവിടെ ബി ജെ പിയുടെ നേതാവിനെ കുറിച്ചോ, ബി ജെ പിയുടെ പ്രവർത്തകനാണ്, ബി ജെ പിയുടെ ഭാര്യയും പ്രവർത്തകനാണ്, ഭർത്താവും പ്രവർത്തകനാണ്. അപ്പോൾ ബി ജെ പിയുടെ ബന്ധം അതിലെവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇതിപ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിരുന്നെങ്കിലോ, സി പി എമ്മിൻ്റെ നേതാവായിരുന്നെങ്കിൽ, സി പി എമ്മിൻ്റെ നേതാവിൻ്റെ ബന്ധുവായിരുന്നെങ്കിൽ പോലും വാർത്ത വരുന്ന രീതി എങ്ങനെയായിരിക്കും, വാർത്ത വളച്ചൊടിച്ച് കൊണ്ടുവരുന്ന രീതി എങ്ങനെയായിരിക്കും? ഇവിടെ സംഭവം നടന്നിട്ടും ബി ജെ പി നേതാവായിട്ട് കൂടി ആ ബി ജെ പി ബന്ധം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ മനോരമ തയ്യാറാവുന്നില്ല. മനോരമ മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് വാർത്ത കൊടുത്ത പലരും ഇതിനകത്തുള്ള ബി ജെ പി ബന്ധത്തെ തുറന്നു കാണിക്കാൻ പലപ്പോഴായി തയ്യാറായിട്ടില്ല. ഇപ്പോൾ അറസ്റ്റ് വന്നതിന് ശേഷം ഭാര്യയെ അറസ്റ്റ് ചെയ്ത വിഷയത്തിനകത്തും ആ ബന്ധം തുറന്നു കാണിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരള ന്യൂസ് വ്യക്തമായിട്ട് ബി ജെ പി നേതാവ് കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസ് ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ എന്ന് വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മിനി നമ്പ്യാറുടെ സാമൂഹ്യ മാധ്യമ പേജ് പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കളുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. മാത്രമല്ല, ബി ജെ പിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ വ്യക്തമായി സംസാരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കണക്ക് വ്യക്തമായി പരിശോധിക്കുമ്പോഴത്തേക്കും, കണക്കെന്ന് പറയുമ്പോഴത്തേക്കും വാർത്ത കൊടുത്ത രീതി പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് 24 ന്യൂസിലേക്ക് പോകാം. 24 ന്യൂസ് ഈ വാർത്ത കൊടുത്ത രീതി പരിശോധിക്കേണ്ടതാണ്. 24 ന്യൂസ് കൊടുത്തത് കൈതപ്രം രാധാകൃഷ്ണൻ കൊലക്കേസിൽ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ എന്ന് പറഞ്ഞാണ് അതിന് അവരുടെ വെബ്സൈറ്റിൽ വാർത്ത കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ബി ജെ പി ബന്ധം എങ്ങും കൊടുത്തിട്ടില്ല. അകത്തോട്ട് വായിച്ച് പോകുമ്പോഴത്തേക്ക് പോലും അറിയാൻ പറ്റത്തില്ല. വാർത്തയ്ക്കകത്ത് എങ്ങും ബി ജെ പി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ല. ബി ജെ പി നേതാവായിരുന്ന കാര്യമോ, ബി ജെ പിയുടെ രണ്ടുപേരും ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളുമായിരുന്ന കാര്യമോ ആ വാർത്തയ്ക്കകത്ത് എങ്ങും പറയുന്നില്ല. വ്യക്തമായിട്ട് കൈതപ്രം രാധാകൃഷ്ണൻ കൊലപാതക കേസിൽ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ എന്നാണ് വാർത്ത കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ മീഡിയ വണ്ണിലേക്ക് പോകുമ്പോഴത്തേക്കും മീഡിയ വണ്ണിൽ അവർ വ്യക്തമായിട്ട് കണ്ണൂരിൽ ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച സംഭവം ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. മിനി നമ്പ്യാർ ബി ജെ പിയുടെ നേതാവായിരുന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായി എടുത്ത കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ മാതൃഭൂമിയിലേക്ക് പോകുമ്പോഴത്തേക്കും മാതൃഭൂമിയും അതുപോലെ തന്നെയാണ്. രാധാകൃഷ്ണൻ വധം കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്തത് ഭാര്യ, പ്രതിയുമായി അതിര് കടന്ന സൗഹൃദം പിടിയിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വാർത്തയ്ക്കകത്തോട്ട് പോകുമ്പോൾ മാത്രമാണ് കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറും ബി ജെ പി പ്രവർത്തകനുമായിരുന്ന കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ എന്ന് പറയത്തുള്ളൂ. മിനിയും ബി ജെ പി പ്രവർത്തകയാണ് അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തലക്കെട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങും ബി ജെ പിയുടെ കാര്യം പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെങ്ങാനും സി പി എം പ്രവർത്തകനോ, സി പി എം പ്രവർത്തകൻ്റെ ഭാര്യയോ, ആ ഭാര്യ ഒരു നേതാവ് കൂടിയായിരുന്നെങ്കിലോ, സി പി എമ്മിൻ്റെ പേര് വേണമെങ്കിൽ ചോദ്യം സംസ്ഥാന സെക്രട്ടറിയോടും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയോടും വേണമെങ്കിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ വെച്ച് ചോദ്യം ചോദിച്ചാൽ ഈ സംഭവത്തെക്കുറിച്ച്. ഇതാകുമ്പോഴത്തേക്കും രാജീവ് ചന്ദ്രശേഖരനോട് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മീഡിയ പ്രവർത്തകൻ ചോദിക്കുമെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടോ? അതാണ് ബി ജെ പിക്ക് കൊടുക്കുന്ന പ്രിവിലേജ്. ആ പ്രിവിലേജ് ബി ജെ പിക്ക് വേണ്ടി മാത്രമല്ല മീഡിയ കൊടുക്കുന്നത്, അത് UDF-നുണ്ട് ആ പ്രിവിലേജ്. അത് വ്യക്തമായിട്ട് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. എന്തായാലും ഈ പ്രിവിലേജ് പ്രകാരം ബി ജെ പിയെ വീണ്ടും രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മീഡിയകൾ. അതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. ചില പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളാണെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് വാർത്ത പോലും കൊടുത്തിട്ടില്ല. അത്രമാത്രം ഒളിപ്പിച്ചൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കുള്ളിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ പോലും സംസ്ഥാനത്തെ ചില സുപ്രധാന ചാനലുകൾ തയ്യാറായിട്ടില്ല. അതേസമയം സി പി എം ആയിരുന്നെങ്കിലോ, ആ സി പി എം പ്രവർത്തകൻ്റെ വീട്ടിൽ ആഭ്യന്തര പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ
അതിന് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ പാർട്ടി ബന്ധപ്പെടുത്തിയായിരിക്കും വാർത്ത വരാൻ പോകുന്നത്. അഖിലേന്ത്യാ സെക്രട്ടറിയോടും പിന്നെ സംസ്ഥാന സെക്രട്ടറിയോടും ചോദ്യങ്ങൾ വരെ ചോദിച്ചിരിക്കും. പക്ഷേ ഇത് BJP ആയതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല. അവിടെ മാധ്യമപ്രവർത്തനം അങ്ങ് മികച്ച രീതിയിൽ അങ്ങ് നടത്തുകയാണ് സംസ്ഥാനത്തെ ചില മുഖ്യധാര മാധ്യമപ്രവർത്തകരും മുഖ്യധാര മാധ്യമങ്ങളും. പക്ഷേ CPM ആയിരുന്നെങ്കിൽ ആ മികച്ച മാധ്യമപ്രവർത്തനം നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്.